الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്യുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ജുമാക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ഈമാനോടുകൂടി ജീവിച്ച് കലിമ ഉച്ചരിച്ച് മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അള്ളാഹു അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. സ്വതക്ക ചെയ്ത ആളുകളുണ്ട്, നമ്മുടെ പള്ളിയിലേക്കും സ്ഥാപനത്തിലേക്കുമൊക്കെ ആയിട്ട് ചെറുതും വലുതുമായ സ്വതക്കകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ആ സ്വതക്കകളെ എല്ലാം കബൂലാക്കുമാറാകട്ടെ. ആ സ്വതക്കകൾ കാരണമായി അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലും അവരുടെ സമ്പത്തിലുമെല്ലാം അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന അവരുടെ കച്ചവടങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. സ്വതക്ക കൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ഫിത്നകളും ഷർറുകളുമൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരുടെ ദുആയും ചേർത്ത് പിടിക്കലുകളും കാരണമായി ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം നേടുകയും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ, സേവനങ്ങൾ അനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഒരുപാട് പണ്ഡിത മഹത്തുക്കളെ കുറിച്ച് നാം കഴിഞ്ഞ 2 ആഴ്ചകളിലായി പറയുകയുണ്ടായി. ഇമാം അത്വാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ അടുത്ത സ്വഹാബിയായിരുന്ന, സന്തത സഹചാരിയായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇവരെ സംബന്ധിച്ചെല്ലാം നമ്മൾ ചെറിയ രൂപത്തിലാണെങ്കിലും പരിചയപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ ഭൗതികമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നിട്ട് പോലും അതിനോടൊക്കെ ഉമ്മമാരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പേരിൽ, ഇസ്ലാമിനോടുള്ള കൂറിൻ്റെ പേരിൽ, ആ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ വളർന്നു വരികയും ഇസ്ലാമിക ലോകത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഇനിയും ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് ഇമാം ജമാലുദ്ദീൻ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ എന്നാണ്. അദ്ദേഹം ബഗ്ദാദിൽ AD 1116 ജനിക്കുന്നത്. 1201 ബഗ്ദാദിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പണ്ഡിതന്മാരെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ത്യാഗത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഉമ്മ 3-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് ഇൽമു നേടുകയും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന വളരെ വലിയ ഒരു ഇസ്ലാമിക ശാസ്ത്രശാഖ, അതിൽ ഒരുപാട് ഘനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിക്കാനും ആ നിദാന ശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാനും ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തഫ്സീർ എന്നുള്ള ഒരു ഫന്ന്, തഫ്സീർ എന്നുള്ള ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന പേരുകളിൽപ്പെട്ട ഒന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലയുടെ പേര്. തഫ്സീർ ഇബ്നു കസീർ നമ്മൾ അധിക പേരും പരിചയിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാദുദ്ദീൻ ഇസ്മായിൽ ഇബ്നു ഉമർ ഇബ്നു കസീർ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ വളരെയധികം അഗ്രഗണ്യനായ, വളരെയധികം പാണ്ഡിത്യ ഗരിമയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ആ കനപ്പെട്ട ഗ്രന്ഥം തന്നെ ഒരുപാട് തഫ്സീറിന്റെ വിഷയങ്ങളിൽ ഒരുപാട് ഹദീസുകൾ, ചരിത്രങ്ങൾ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുകയും യതീമായി കൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല വളർന്നത്. ഓരോ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പല പേരുകളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. കുനിയത്തെന്നും ലഖബെന്നും ഒക്കെ പറയുന്ന പേരുകൾ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ ലഖബ് ഹദീസ് ലോകത്ത് വളരെയധികം വിശ്രുതനായ അദ്ദേഹം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്നാണ് മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ പറ്റി പറയപ്പെടുന്നത്. ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് 1372 ഇമാം അവറുകൾ ജനിക്കുന്നത്. 1449 അദ്ദേഹം വഫാത്താവുകയുമുണ്ടായി. ആ ഒരു കാലയളവിനുള്ളിൽ അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ വളരെയധികം വലുതാണ്. ഉമ്മയും ഉപ്പയും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പഠന കാര്യങ്ങൾ ഏറ്റെടുത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സുഹൃത്തുക്കളായിരുന്നു. അവർ ആ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമ തേടിക്കൊണ്ട് ഈജിപ്തിലുടനീളം സഞ്ചരിക്കുകയും
അതിനുശേഷം സിറിയ, ഹിജാസ് പോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിന്റെ എല്ലാ ശാഖകളിലും അദ്ദേഹം വളരെ വലിയ ഇൽമ് നേടുകയുണ്ടായി. ഉസൂലുൽ ഹദീസിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖിദ്മത്ത്, സേവനം എന്ന് പറയുന്നത് നമ്മൾ സ്വഹീഹുൽ ബുഖാരിയെ പരിചയപ്പെടുകയുണ്ടായി. ഇമാം ബുഖാരിയുടെ അസഹുൽ കുതുബി ബൈനൽ തഹ്ത സമായി എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ സ്വഹീഹുൽ ബുഖാരി, ആ ഹദീസിന്റെ ഗ്രന്ഥത്തിന് ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം സംഭാവന ചെയ്തത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയാണ്. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ആ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥം ഒരുപാട് വോള്യങ്ങളുള്ള വലിയ ബൃഹത് ഗ്രന്ഥമാണ്. 25 വർഷം സമയമെടുത്തുകൊണ്ടാണ് ഇമാം അവറുകൾ അത് പൂർത്തിയാക്കിയത്. അതിനു പുറമെ ഇസ്ലാമിന്റെ മറ്റനേകം വിഷയങ്ങളിൽ കനപ്പെട്ട ഒരുപാട് 100-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ സേവനങ്ങൾ അത് ഇസ്ലാമിക ലോകത്ത് വളരെയധികം വലിയ അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതന്മാരുടെയൊക്കെ ഖിദ്മത്തുകളെ പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഖിദ്മത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടുക്കലുള്ള ഖബൂലിയത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുക എന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഖബൂലിയത്തിന്റെ അടയാളമാണ്. അത്തരത്തിൽ നമുക്കും നമ്മുടെ വരും തലമുറക്കും മക്കൾക്കുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ഏതെങ്കിലും വിധേന സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.